നായരെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു നമ്പൂതിരീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? ഒരു ക്രിസ്ത്യാനീനെ തോട്ടത്തിൽ പണിക്ക് വിളിക്കുമോ? വിളിക്കില്ല. നിങ്ങൾ ആരെയും വിളിക്കുക? നിങ്ങൾ ആദിവാസീനെയും പട്ടിക വിഭാഗത്തിൽപ്പെട്ടവനെയും അല്ലെങ്കിൽ ജാതിയിൽ താഴ്ന്നവനെ മാത്രമേ ഉള്ളൂ. ഇന്നും കേരളത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത്. അവിടെ ഇരുന്ന് ഈ കാര്യങ്ങൾ പറയുന്ന ആൾ ആരാണെന്ന് എനിക്കറിയില്ല. അയാൾ ആരും ആയിക്കോട്ടെ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥാപിതമായ താല്പര്യങ്ങളുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ വിവരക്കേടായിരിക്കാം. പക്ഷേ എനിക്ക് വളരെ രസകരമായി തോന്നിയൊരു കാര്യം, ഇത് കേട്ടുകൊണ്ട് വളരെ നിശബ്ദരായിട്ടിരിക്കുന്ന അവതാരകരെയാണ്. അവിടെ അരുൺകുമാറുണ്ട്, സ്മൃതിയുണ്ട്, പിന്നെ വേറെ ഒരാളുണ്ട്, അദ്ദേഹത്തിന്റെ പേര് എനിക്കറിയില്ല. ഈ ചാനൽ അവതാരകരെന്ന് പറയുമ്പോൾ അവര് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ തിന്മകൾ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അവരെ തിരുത്തേണ്ടവരാണ്. പക്ഷേ അവരുടെ നിശബ്ദതയാണ് എനിക്കൊരു വളരെ രസം തോന്നിയൊരു കാര്യം. അവർക്ക് എന്തൊക്കെയോ പറയണം എന്ന് ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷെ അവരുടെ വായ ആരോ പിടിച്ച് മൂടി കെട്ടിയിരിക്കുന്നത് പോലെ അവരിയ്ക്കുകയാണ്. വിയർപ്പ് മുട്ടിയിരിക്കുന്നതാണോ അതോ അതവർ ആസ്വദിച്ചിരിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അനുകൂലിച്ചുകൊണ്ടാണ് നിശബ്ദരായിരുന്നതെങ്കിൽ അവരും അങ്ങനെ ആയിരിക്കില്ല. അവരുടെ ഈ സ്മൃതിയുടെയും അരുൺകുമാറിന്റെയും ഒക്കെ തോട്ടത്തിൽ എന്തെങ്കിലും പണിയുടെ ആവശ്യം വരുമ്പോൾ അവര് ജാതി നോക്കിയിട്ടായിരിക്കും ആളുകളെ ചൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു നായരാണ് പണിക്ക് വരുന്നതെങ്കിൽ പുള്ളിക്കാരനെ പറഞ്ഞു വിടുമായിരിക്കും, ഓ നിങ്ങൾ നായരാണല്ലേ, നിങ്ങൾ പൊക്കോ, ഞാൻ വേറെ ആളിനെ വിളിച്ചോളാം എന്ന് പറയുമായിരിക്കില്ല. അപ്പോൾ അങ്ങനെ അല്ലാത്ത ആളുകളാണ് എങ്കിൽ അവരിത് എതിർക്കേണ്ടതാണ്. പക്ഷെ തിരുത്തിയില്ല, നിശബ്ദരായിരിക്കുകയാണ്. നമ്മളൊക്കെ പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പഴം വിഴുങ്ങിയതുപോലെ ഇരിക്കുക. അരുൺകുമാറും സ്മൃതിയൊക്കെ അങ്ങനെയാണ്, അവരുടെ ആ ഭാവം അങ്ങനെയായിരുന്നു. ആദ്യം ഒരു